എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററായ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എക്സാം ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് കളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി എഴുതിയെടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാമേ. സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ റീസണുമാണ് തന്നിരിക്കുന്നത് കേട്ടോ. നോക്കാം. മയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് സൈറ്റ്നെസ് ആണ് കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചോളാം. മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ്നെസ് ആണ്. ക്യാൻ ബി കറക്റ്റഡ് വിത്ത് കോൺകേവ് ലെൻസ്. ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ പോയിന്റുകളാണ് ഇതെല്ലാം കേട്ടോ. അതെല്ലാം പഠിച്ചോളൂ. മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ്നെസ് ആണ്. അതിന് നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി അതിൻ്റെ റീസൺ എഴുതിയിട്ടുണ്ട്. കോൺകേവ് ലെൻസ് ഡൈവേർജ് ലൈറ്റ് റേസ് ആൻഡ് ഫോക്കസ് ഓൺ ദ റെറ്റിന. കോൺകേവ് ലെൻസ് എങ്ങനെയാണ്? ഡൈവേർജ് ചെയ്യുന്നുണ്ട്. ഡൈവേർജ് ചെയ്തിട്ട് എങ്ങനെയാണ്? റെറ്റിനയിൽ നിന്നാണ് ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആണോ കോൺകേവ് ലെൻസ്? കോൺവെക്സിൻ്റെയും കോൺകേവിൻ്റെയും നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കറക്റ്റാണ്. മയോപ്പിയ എന്ന് വെച്ചാൽ ഷോർട്ട് സൈറ്റ്നെസ് ആണ്. അത് കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കോൺകേവ് ലെൻസ് എങ്ങനെയാണ്? ഡൈവേർജ് ചെയ്യുന്നു. പഠിച്ചതാണല്ലേ. റെറ്റിനയിൽ എങ്ങനെയാണ്? ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നോക്കി ഓപ്ഷൻസ് നോക്കുക കേട്ടോ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് ദ റീസൺ എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റീസൺ എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആണല്ലോ. രണ്ട് കാര്യങ്ങളും ശരിയല്ലേ? സ്റ്റേറ്റ്മെന്റും ശരിയാണ്, റീസണും ശരിയാണ്. റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം മയോപ്പി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ് നമുക്ക് കറക്റ്റ് ചെയ്യുന്ന ഏത് ലെൻസ് ഉപയോഗിച്ചിട്ടാണ്? കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ്. അത് കറക്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്കി നോക്കാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റീസൺ ആർ കറക്റ്റ് ബട്ട് ദ റീസൺ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ. അത് വരില്ല. ദെൻ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. അങ്ങോട്ട് നോക്കണ്ട അല്ലേ. അപ്പം ആദ്യത്തെ എ ആണ് കേട്ടോ കറക്റ്റ്. പ്രസ്താവനയും കാരണവും ശരിയാണ്. കൂടാതെ കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നു. അപ്പം സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഈ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഒരു മൂവി പ്രൊജക്ടർ അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എ മൂവി പ്രൊജക്ടർ ഡിസ്പ്ലേസ് കേട്ടോ. ഡിസ്പ്ലേസ് 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് ഓൺ ദ സ്ക്രീൻ. വാട്ട് ഈസ് എ പെക്യുലാരിറ്റി ഓഫ് ദ ഐ ടു സീ മൂവിങ് പിക്ചേഴ്സ് ലൈക്ക് എ സിനിമ? എക്സ്പ്ലെയിൻ ഹൗ ദിസ് പെക്യുലാരിറ്റി ഹെൽപ്സ് ഇൻ ദ പെർസെപ്ഷൻ ഓഫ് മൂവിങ് പിക്ചേഴ്സ്. അതായത് ഒരു സിനിമ പ്രൊജക്ടർ അല്ലേ സെക്കൻഡ് 24 ഫ്രെയിമുകൾ പതിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണിന്റെ ഏത് പ്രത്യേകതയാണ് സിനിമ പോലുള്ള ചലിക്കുന്ന ചിത്രങ്ങൾ തുടർച്ചയായി കാണാൻ സഹായിക്കുന്നത്? ചലിക്കുന്ന ചിത്രങ്ങൾ കാണാൻ ഈ പ്രത്യേകത എങ്ങനെ സഹായിക്കുന്നു എന്ന് വിശദമാക്കുക. കണ്ണിന്റെ ഏത് പ്രത്യേകതയാണ്? എന്താണ് പറയുന്നത്? പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലേ. പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ കണ്ണിന്റെ പ്രത്യേകതയ്ക്ക് പറയുന്ന പേരാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ, അല്ലെങ്കിൽ എന്താണ്? വീക്ഷണ സ്ഥിരത എന്ന് പറയും. അത് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുമ്പോൾ ഓർത്തണം, അത് 1/16 സെക്കൻഡ് ആണ്. നമ്മുടെ കണ്ണിൽ 1/16 സെക്കൻഡ് നിലനിൽക്കുന്നു. മനസ്സിലായല്ലോ? ഇനി അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മൾ കാണുവാണ്, നമ്മളൊരു വസ്തുവിനെ കാണുവാണ്, അതിനെ നീക്കിയ ശേഷവും അതിൻ്റെ പ്രതിബിംബം എങ്ങനെയാണ് നമ്മുടെ റെറ്റിനയിൽ 1/16 സെക്കൻഡ് കേട്ടോ. 1/16 സെക്കൻഡ് അവിടെ നിൽക്കുവാണ് ചെയ്യുന്നത്. അത് ഓർത്തോണം കേട്ടോ. അപ്പോൾ ആ ഒരു പ്രത്യേകത മൂലമാണ്. അപ്പോൾ റെറ്റിനൽ 1/16 നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത ഇമേജും കൂടെ വരുവാണ്. അപ്പോൾ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരന്തരമായിട്ട് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷനോട് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതിന് പറയുന്ന പേരാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. മനസ്സിലായല്ലോ? ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ് റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. എന്താണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. When we see an object, the image remains on the retina for about 1/16 of the second, even after the object is removed. This phenomenon is known as persistence of vision. അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക കേട്ടോ. പിന്നെ എന്താണ്? സിനിമ പ്രൊജക്റ്റിൽ എങ്ങനെ 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. As one image remains on the retina, the next image appears before the previous one disappears. നമ്മളില്ല മുന്നത്തത് പോകുന്നതിന് മുന്നേ അടുത്ത ഇമേജ് വരുവാണ്. ബിക്കോസ് ഓഫ് ദിസ് ദ ഐ കനോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ഫ്രെയിംസ്. ആസ് എ റിസൾട്ട് ദീസ് ഇമേജ് merge together and appears as a continuous moving pictures. അപ്പം നമ്മൾ കാണുന്ന ഇമേജ് 1/16 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അടുത്ത ഇമേജും വരുന്നത്. അപ്പോൾ ഓരോ ഫ്രെയിമേയും വേർതിരിച്ചെടുക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റില്ല. അതുകൊണ്ട് അത് ഒന്നിച്ചായിട്ട് നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഫോമായിട്ട് തോന്നുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതിന് കാരണം എന്താണ്? പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ റീസൺ. എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന റീസൺ ഇതാണ് കേട്ടോ. മലയാളം മീഡിയത്തിൽ എഴുതിയിട്ടുണ്ട്. പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്താണെന്ന് കേട്ടോ. ഡെഫിനിഷൻ നിങ്ങൾ കൊടുക്കണം. വീക്ഷണ സ്ഥിരത. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. സിനിമ പ്രൊജക്റ്റ് ഒരു സെക്കൻഡിൽ 24 ഫ്രെയിമുകൾ പ്രദർശിപ്പിക്കുന്നു. ഒരു ചിത്രം റെറ്റിനയിൽ നിലനിൽക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അടുത്ത ചിത്രം പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട്
കണ്ണിന് ഓരോ ഫ്രെയിമിനെയും വേർതിരിച്ച് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിനാൽ ഈ ചിത്രങ്ങൾ ഒന്നിച്ചു ചേരുകയും നിരന്തരമായ ചലനമായി തോന്നുകയും ചെയ്യുന്നു. എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതിയെടുക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഇഫ് ടു പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് റെഡ് ഗ്രീന് ഓവർലാപ്പ് എ സ്ക്രീന്. നമുക്കറിയാം പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? റെഡ് ഗ്രീന് ബ്ലൂ. അതിൽ 2 പ്രൈമറി കളേഴ്സ്, അതായത് റെഡും ഗ്രീനും എങ്ങനെയാണ് ഒരു സ്ക്രീനിൽ ഓവർലാപ്പ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് സെക്കൻഡറി കളർ വിൽ ബി ഫോംഡ്? വിച്ച് ഈസ് എ കോംപ്ലിമെന്ററി കളർ ഓഫ് ദിസ് സെക്കൻഡറി കളർ? ഗീവ് റീസൺ. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ. അപ്പൊ പ്രൈമറി കളേഴ്സ് പറഞ്ഞാൽ നമുക്കറിയാം റെഡ്, ഗ്രീന്, പിന്നെന്താണ് ബ്ലൂ. ഇത് 3 പ്രൈമറി കളേഴ്സ്. ഇതിലെ റെഡും ഗ്രീനും ഇല്ലേ, റെഡും ഗ്രീനും കൂടെ അവിടെ എന്താണ് ഒരു സ്ക്രീനിൽ ഓവർലാപ്പ് ചെയ്യുവാണ്. വാട്ട് സെക്കൻഡറി കളർ വിൽ ബി ഫോംഡ്? അവിടെ ഫോം ചെയ്യുന്ന സെക്കൻഡറി കളർ ഏതാണ്? റെഡും ഗ്രീനും ഇല്ലേ. ഞാൻ നേരത്തെ നിങ്ങളെ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് പഠിപ്പിച്ച് തന്നായിരുന്നു. അതായത് ഇവിടെ ഗ്രീന്, റെഡ്, പിന്നെന്താണ് ബ്ലൂ ഇല്ലേ. അതെന്തെങ്കിലും കോഡ് ഭാഷ ഉപയോഗിച്ചാൽ ഞാൻ അന്ന് പറഞ്ഞു തന്ന GRB YMC എന്ന് പറഞ്ഞൊരു കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. GRB ഇവിടെ വരുമ്പോൾ അതാണ് YMC കേട്ടോ. എങ്ങനെയാണ്? അപ്പം ഗ്രീനും റെഡും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? യെല്ലോ ഇല്ലേ, യെല്ലോ ആണ് ഉണ്ടാകുന്നത്. അപ്പം അവിടുത്തെ സെക്കൻഡറി കളർ ഏതാണ് അവിടെ ഉണ്ടായത്? യെല്ലോ ആണ് ഉണ്ടായത്. ഇനി മനസ്സിലായല്ലോ. ഇനി എന്താണ് ചോദിച്ചിരുന്നത്? വിച്ച് ഈസ് എ കോംപ്ലിമെന്ററി കളർ ഓഫ് ദിസ് സെക്കൻഡറി കളർ? ഈ സെക്കൻഡറി കളറിന്റെ കോംപ്ലിമെന്ററി കളർ, അതായത് ദ്വിതീയ വർണ്ണം ഉണ്ടായ അതിന്റെ പൂരക വർണ്ണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പൂരക വർണ്ണം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം 3 കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? വൈറ്റ് ലൈറ്റ് കിട്ടണം ഇല്ലേ. 3 കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ വൈറ്റ് ലൈറ്റ് കിട്ടണം. അതായത് റെഡ്, ഗ്രീന് പ്ലസ് ബ്ലൂ, ഇത് 3 കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? വൈറ്റ് ലൈറ്റ് ആണ് കിട്ടേണ്ടത്. അപ്പം ഈ റെഡും ഗ്രീനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെല്ലോ കിട്ടി. അതായത് ഇവിടെ എന്താണ്? സെക്കൻഡറി കളറാണ് ഈ കിട്ടിയല്ലേ. ഇത് സെക്കൻഡറി കളറാണ്. അപ്പം ഈ സെക്കൻഡറി കളറിന്റെ കോംപ്ലിമെന്ററി കളർ ഏതാണ് വരുന്നത്? ഇതാണ്. ഏതാണ് കോംപ്ലിമെന്ററി കളർ എന്ന് പറഞ്ഞിരിക്കുന്നത്? കോംപ്ലിമെന്ററി കളർ അല്ലേ. കോംപ്ലിമെന്ററി കളർ ഏതാണ് ഇവിടെ വരുന്നത്? ബ്ലൂ ആണ് അല്ലേ. ബ്ലൂ ആണ് ഇവിടുത്തെ കോംപ്ലിമെന്ററി കളർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ദാ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ചിത്രം, ഈ ചിത്രം നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ കാണിച്ച ട്രയാങ്കിൾ വെച്ച് നിങ്ങൾ ആൻസർ ഷീറ്റിൻ്റെ സൈഡിൽ വരച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് എഴുതണം. ചുമ്മാ വെറുതെ കാണാതെ എഴുതി വെക്കാൻ ശ്രമിക്കില്ല. അങ്ങനെ എന്തെങ്കിലും കോഡ് വെച്ച് വേണമുള്ളൂ നിങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ. തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇതാ നോക്കുക, ഗ്രീനും റെഡും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ യെല്ലോ ആണ് ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം യെല്ലോയുടെ കോംപ്ലിമെന്ററി കളർ എന്ന് പറയുന്നത് ഏതാണ്? ബ്ലൂ ആണ്. റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മിക്സിംഗ് ഓഫ് കളേഴ്സ് റെഡ് പ്ലസ് ഗ്രീൻ യെല്ലോ കിട്ടും. കോംപ്ലിമെന്ററി കളേഴ്സ് ആർ പെയർസ് ഓഫ് കളേഴ്സ് വിച്ച് കമ്പൈൻ ടു ഫോം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് വൈറ്റ് ലൈറ്റ്. വൈറ്റ് ലൈറ്റ് കിട്ടുന്ന കളേഴ്സിനെയാണ് നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? കോംപ്ലിമെന്ററി, അതായത് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതിനാണ് നമ്മൾ കോംപ്ലിമെന്ററി കളർ പറയുന്നത്. അപ്പം യെല്ലോ ഈസ് മിക്സഡ് വിത്ത് ബ്ലൂ. ഓൾ 3 പ്രൈമറി കളേഴ്സ് റെഡ്, ഗ്രീനും ബ്ലൂവും വരും, പ്രസന്റ് ആണ്. അപ്പോൾ പ്രൊഡ്യൂസിങ് എന്താണ്? വൈറ്റ് ലൈറ്റ് കിട്ടും. മനസ്സിലായല്ലോ. അപ്പം യെല്ലോ എന്ന് വെച്ചാൽ സെക്കൻഡറി ആണ്. അതിൻ്റെ കോംപ്ലിമെന്ററി കളർ ഏതാണ്? ബ്ലൂ ആണ് വരുന്നത്. കണ്ടോ? റീസൺ എഴുതിയിരിക്കുന്നുണ്ടോ? പ്രകാശത്തിന്റെ കൂട്ടിച്ചേരൽ പ്രകാരം ചുവപ്പ്, പച്ച എന്ന് പറയുമ്പോൾ മഞ്ഞയാണ് ഉണ്ടാകുന്നത്. പൂരക വർണ്ണങ്ങൾ ഒന്നിച്ച് ചേർത്താൽ എന്ത് കിട്ടും? വെള്ളപ്രകാശം കിട്ടും. അതിനാൽ മഞ്ഞയോട് നീല ചേർത്താൽ എന്താണ്? കൂടി ചേർന്ന് 3 പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പ്, നീല, പച്ച ഇവ ചേർന്ന് എന്തുണ്ടാകുന്നുണ്ട്? വെള്ളപ്രകാശം ഉണ്ടാകുന്നുണ്ട്. അപ്പം സെക്കൻഡറി കളറായിട്ടുള്ള യെല്ലോയിനോട് നമ്മൾ എന്ത് ചേർക്കണം? നീലയാണ് ചേർക്കേണ്ടത്. അവിടുത്തെ കോംപ്ലിമെന്ററി കളർ അല്ലെങ്കിൽ പൂരക വർണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? നീലയാണ്. മനസ്സിലായല്ലോ. എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കി കേട്ടോ തന്നെ എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. എ പ്ലാന്റ് വിത്ത് ഗ്രീൻ ലീവ്സ് ആൻഡ് റെഡ് ഫ്ലവേഴ്സ് ഈസ് കെപ്റ്റ് ഇൻ റെഡ് ലൈറ്റ്. കേട്ടോ, നോക്കട്ടെ, ഒരു പ്ലാന്റ് ആണ്, അതിൻ്റെ ലീവ്സ് ഗ്രീൻ ആണ്, അതിൽ റെഡ് ഫ്ലവർ ഉണ്ട്. അതെങ്ങനെയാണ്? റെഡ് ലൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. ദെൻ വാട്ട് വിൽ ബി ദ ഒബ്സർവ്ഡ് കളേഴ്സ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്? ഗീവ് റീസൺ. അതായത് ഇലകളുടെയും പൂക്കളുടെയും നിരീക്ഷിക്കപ്പെടുന്ന നിറങ്ങൾ എന്തായിരിക്കും? കാരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദ യെല്ലോ ഫ്ലവർ ഈസ് കെപ്റ്റ് ഇൻ ദ സെയിം ലൈറ്റ്. യെല്ലോ ഫ്ലവർ അതായത് റെഡ് ലൈറ്റിൽ വെച്ചിരിക്കുന്നുണ്ട്. വാട്ട് വിൽ ബി ദ ഒബ്സർവ്ഡ് കളർ എന്നും ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു പ്ലാന്റ് ആണ്, അതിന് ഗ്രീൻ ലീവ്സ് ആണ്, റെഡ് ഫ്ലവർ ആണുള്ളത്, അത് റെഡ് ലൈറ്റിലാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? അതിൻ്റെ ലീവ്സും ഫ്ലവേഴ്സും ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ.
അപ്പോൾ നോക്കിയാൽ റെഡ് ലൈറ്റിലാണ് വെച്ചത്. റെഡ് ലൈറ്റിൽ ഗ്രീൻ എന്താണ് ഗ്രീൻ ലീവ്സും റെഡ് ഫ്ലവറുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതാ നോക്കിയാൽ ലീവ്സ് ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്? ലീവ്സ് ഏത് നിറത്തിലായിരിക്കും? ലീവ്സ് എങ്ങനെയായിരിക്കും? ഡാർക്ക് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. കാരണം റെഡ് ലൈറ്റിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ? റെഡ് ലൈറ്റിൽ ഗ്രീൻ ലീവ്സ് ആണ് അവിടെ വന്നത്. മനസ്സിലാവുന്നല്ലോ? അതായത് ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ് അവിടെ വന്നത്. റെഡ് ലൈറ്റിൽ ഗ്രീൻ ലീവ്സ് ആണ്. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് അല്ല കേട്ടോ. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ എന്താണ് കമ്പൈൻ ചെയ്യുന്നത്. ഇവിടെ ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് റെഡ് ലൈറ്റിൽ ഗ്രീൻ ലീവ്സ് വന്നപ്പോൾ ലീവ്സ് എന്തായിട്ട് കാണപ്പെടും? ഡാർക്ക് ആയിട്ട് കാണപ്പെടും. മനസ്സിലായല്ലോ? ഇനി ഫ്ലവേഴ്സ് എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്? ഫ്ലവേഴ്സ് റെഡ് ലൈറ്റിലല്ലേ ഇരിക്കുന്നത്? റെഡ് ലൈറ്റിൽ ഫ്ലവേഴ്സ് എങ്ങനെയായിട്ടും റെഡ് തന്നെയായിരിക്കും കാണപ്പെടുന്നത്. റീസൺ എന്താണ്? ഗ്രീൻ ലീവ്സിന് എന്താണ് സംഭവിക്കുന്നത്? ഗ്രീൻ ലീവ്സ് റെഡ് ലൈറ്റിലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നില്ല. റെഡ് ലൈറ്റിലാകുമ്പോൾ ദർ ഈസ് നോ ഗ്രീൻ ലൈറ്റ് ടു റിഫ്ലക്റ്റ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? റെഡ് ലൈറ്റിലാണ് ഗ്രീൻ ഇരിക്കുന്നത്. ഗ്രീൻ എങ്ങനെയാണ്? റെഡ് ലൈറ്റ് ആണ്. ഓർത്തോണം, റെഡ് ലൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? റിഫ്ലക്ഷൻ നടക്കുന്നില്ല അല്ലേ? അവിടെ ഗ്രീൻ ലൈറ്റില്ല, റിഫ്ലക്ഷൻ നടക്കുന്ന ഗ്രീൻ ലൈറ്റ് വേണം. അതുകൊണ്ട് എന്താണ് അത് ഡാർക്ക് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ലീവ്സ് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുക? റെഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. മനസ്സിലാവുന്നതാണോ? ഞാൻ റെഡ് ലൈറ്റിനെ കേട്ടോ ലീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്? റെഡ് ലൈറ്റിനെ അവിടെ എന്താണ് അബ്സോർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അബ്സോർവ് ചെയ്തിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഡാർക്കായിട്ട് കാണപ്പെടും. അബ്സോർവ് ചെയ്തിട്ട് ഡാർക്കായിട്ട് കാണപ്പെടും. മനസ്സിലായല്ലോ? ഇനി ഫ്ലവേഴ്സിൻ്റെ കേസിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ? റെഡ് ലൈറ്റിലല്ലേ റെഡ് ഫ്ലവേഴ്സ് അപ്പിയേഴ്സ് റെഡ്. അതിന് കാരണം എന്താണ്? ദേ റിഫ്ലക്ട് റെഡ് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലാകുന്നു? ഇവിടെ എന്താണ് റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായിട്ട് കാണുന്നുണ്ട്? ഇത് റെഡായിട്ട് തന്നെ കാണുന്നുണ്ട്. മനസ്സിലാവില്ല? ഇവിടെ ഗ്രീൻ അല്ലേ? അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നില്ല. ഗ്രീൻ ലൈറ്റ് റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ഗ്രീൻ ലൈറ്റ് അവിടെ ഉണ്ടായിരിക്കണം. അവിടെ അബ്സോർപ്ഷനാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഡാർക്കായിട്ട് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? ആദ്യത്തെ പാട്ട്. ഇനി രണ്ടാമത്തെ പാട്ട് എന്താണ്? അതേ വെളിച്ചത്തിൽ ഒരു മഞ്ഞപ്പൂ, അതായത് റെഡ് ലൈറ്റിൽ എന്താണ്? യെല്ലോ ഫ്ലവർ കേട്ടോ. യെല്ലോ ഫ്ലവർ എങ്ങനെയാണ്? റെഡ് ലൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യെല്ലോ ഫ്ലവർ റെഡ് ലൈറ്റ് ആണ്. യെല്ലോ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമുക്കറിയാം യെല്ലോ എന്ന് പറയുമ്പോൾ എന്താണ്? റെഡും ഗ്രീനും കൂടെ ചേർന്നതല്ലേ യെല്ലോ. റെഡും ഗ്രീനും കൂടെ ചേർന്നാണ് യെല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് എന്തുള്ളത്? റെഡ് ലൈറ്റിലാണ് ഈ റെഡും ഗ്രീനും കൂടെ ചേർന്ന് യെല്ലോ ഉള്ളത്. അപ്പോൾ എന്തുണ്ട്? യെല്ലോയിൽ എന്തുണ്ട്? റെഡ് ഉണ്ട് അല്ലേ? യെല്ലോയിൽ റെഡ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് റിഫ്ലക്റ്റ് ചെയ്യും. യെല്ലോ ഒബ്ജക്റ്റ് എന്താണ്? റിഫ്ലക്റ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്? യെല്ലോ ഫ്ലവർ റെഡ് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. മനസ്സിലാവുന്ന യെല്ലോ ഒബ്ജക്റ്റിൽ എന്താണ്? റെഡും ഇല്ലേ? യെല്ലോയിൽ റെഡും ഗ്രീനും ഉണ്ട്. അപ്പോൾ റെഡ് ലൈറ്റിൽ ഇല്ലേ റെഡ് അവൈലബിൾ ആണ്. അപ്പോൾ റെഡ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. മനസ്സിലാവുന്നല്ലോ? ദാറ്റ് ഈസ് ദ റീസൺ. ഓക്കെ ആണല്ലോ? ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ കേട്ടോ. ആദ്യത്തെ കേസിൽ എന്താണ്? ഡാർക്കായിട്ട് കാണപ്പെടുന്നതല്ലേ? മനസ്സിലായല്ലോ? ഗ്രീൻ ലീവ്സ് ഡാർക്കായിട്ട് കാണപ്പെടും. മറ്റ് ഫ്ലവർ റെഡായിട്ട് കാണപ്പെടും. റീസൺ എഴുതിയിട്ടുണ്ട്. ഗ്രീൻ ലീവ്സ് അപ്പിയേഴ്സ് ഗ്രീൻ ഇൻ വൈറ്റ് ലൈറ്റ് ബിക്കോസ് ദേ റിഫ്ലക്ട് ഗ്രീൻ ലൈറ്റ് ആൻഡ് അബ്സോർബ് അതർ കളേഴ്സ്. പക്ഷേ റെഡ് ലൈറ്റിൻ്റെ കേസ് വരുമ്പോൾ എന്താണ്? ദർ ഈസ് നോ ഗ്രീൻ ലൈറ്റ് ടു റിഫ്ലക്റ്റ് ചെയ്യാൻ അവിടെ ഗ്രീൻ ലൈറ്റ് ഇല്ല. സോ ലീവ്സ് അബ്സോർബ് കേട്ടോ. അതാണ് പോയിന്റ് കേട്ടോ. അബ്സോർബ് ദ റെഡ് ലൈറ്റ് ആൻഡ് അപ്പിയേഴ്സ് ബ്ലാക്ക് ഓർ ഡാർക്ക്. ഇനി റെഡ് ഫ്ലവേഴ്സ് അപ്പിയേഴ്സ് റെഡ് ബിക്കോസ് ദേ റിഫ്ലക്ട് റെഡ് ലൈറ്റ്. സിൻസ് റെഡ് ലൈറ്റ് ഈസ് പ്രസന്റ് ദ ഫ്ലവേഴ്സ് കണ്ടിന്യൂ ടു അപ്പിയർ റെഡ് ലൈറ്റ്. ഓക്കെ ആണല്ലോ? ഇനി മറ്റേത് യെല്ലോ ഇല്ല യെല്ലോ ഫ്ലവർ റെഡ് ലൈറ്റിൽ എങ്ങനെയാണ്? റെഡായിട്ടാണ് കാണപ്പെടുന്നത്. റീസൺ എന്താണ്? യെല്ലോ ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. റെഡിനെയും ഗ്രീനിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞ്? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റെഡ് ലൈറ്റിൽ എന്താണ്? റെഡ് ലൈറ്റ് എന്താണ്? റെഡ് മാത്രമല്ല അവൈലബിൾ ആയിട്ടുള്ളൂ. സോ യെല്ലോ ഫ്ലവർ റിഫ്ലക്ട്സ് ആൻഡ് റെഡ് ലൈറ്റ് ആൻഡ് അപ്പിയേഴ്സ് റെഡ്. ഇത് ആൻസർ മലയാളം മീഡിയത്തിലെ കുട്ടികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇലകൾ എങ്ങനെയാണ്? ഇരുണ്ട നിറമാണ്. പൂക്കൾ ചുവപ്പ് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. പച്ച ഇലകൾ വെള്ളപ്രകാശത്തിൽ പച്ചവർണ്ണം കാണുന്നത്. അപ്പോൾ പച്ചപ്രകാശം പ്രതിഫലിപ്പിക്കുകയും മറ്റു വർണ്ണങ്ങളെ ആഗിരണം ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ചുവപ്പ് പ്രകാശത്തിൽ കേട്ടോ. ഇതാണ് ആൻസർ കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയെന്നുള്ളൂ. റെഡ് ലൈറ്റിൽ എങ്ങനെയാണ്? പച്ചപ്രകാശം ഇല്ലാത്തതിന് ഇലകൾ ചുവപ്പ് പ്രകാശം ആഗിരണം ചെയ്തിട്ട് കറുപ്പോ അല്ലെങ്കിൽ ഇരുണ്ടതായിട്ടോ കാണപ്പെടുന്നുണ്ട്. ചുവപ്പ് പൂക്കൾ ചുവപ്പ് പ്രകാശം പ്രതിഫലിപ്പിക്കുന്നു. അതിനാൽ ചുവപ്പ് പ്രകാശത്തിൽ അവ ചുവപ്പായി തന്നെ കാണപ്പെടുന്നു. പിന്നെ മഞ്ഞപ്പൂവിൻ്റെ കാരണം പറഞ്ഞല്ലോ, മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ എന്താണ്? ചുവപ്പും പച്ചയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്.
അല്ലെ, ചുവപ്പ് പ്രകാശത്തിൽ ചുവപ്പ് മാത്രം ലഭ്യമാകുന്നതിനാൽ മഞ്ഞപ്പൂവ് ചുവപ്പ് പ്രകാശം മാത്രം പ്രതിഫലിപ്പിച്ച് ചുവപ്പായിട്ട് കാണപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമേ. ദ കളർ ഓഫ് എ ഷർട്ട് സീംസ് ടു ബി ബ്ലൂ ഇൻ സിയാൻ ലൈറ്റ്. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി മജന്ത കളർ വെൻ ഇലുമിനേറ്റഡ് ബൈ മജന്ത ലൈറ്റ്. വാട്ട് ഇസ് ദ കളർ ഇൻ ഡേ ലൈറ്റ്? ഗീവ് റീസൺ. അതായത് സയൻ പ്രകാശത്തിൽ നീല നിറത്തിൽ കാണപ്പെടുന്ന ഒരു ഷർട്ട് മജന്ത പ്രകാശത്തിൽ മജന്ത നിറത്തിൽ കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തിൽ ഈ ഷർട്ടിന്റെ നിറം എന്തായിരിക്കും? മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യമേ ആ കളറിൻ്റെ കോമ്പിനേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയില്ല, ഇങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. GRB ഞാനിങ്ങനെയാണ് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഡ് അറിയാമെങ്കിൽ അത് വെച്ച് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് സയൻ എന്ന് പറയുമ്പോൾ എന്താണ്? സയനിൽ എന്തൊക്കെയുണ്ട്? ബ്ലൂവും ഗ്രീനും ഉണ്ട് ഇല്ലേ? മജന്തയിൽ എന്തൊക്കെയാണുള്ളത്? ബ്ലൂവും റെഡും ആണ് ഉള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സയൻ അല്ലേ, ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്നതാണ് സയൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ്? ആ സയൻ പ്രകാശത്തിൽ എന്താണ് കാണപ്പെടുന്നത്? ബ്ലൂ ഇല്ലേ, ബ്ലൂ നിറത്തിൽ കാണുന്നു. ഷർട്ട് ബ്ലൂ ആയിട്ട് കാണപ്പെടുന്നു. ഇനി മജന്ത എന്താണ്? ബ്ലൂവും റെഡും കൂടെ ചേർന്നാണ് അല്ലേ മജന്ത. അപ്പൊ ആ മജന്ത പ്രകാശത്തിൽ എന്താണ്? മജന്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഈ സയൻ പ്രകാശത്തിൽ ബ്ലൂവും ഗ്രീനും ഉണ്ട്. അതിൽ ഏത് കളറിനെയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്? ബ്ലൂവിനെ അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഷർട്ട് ബ്ലൂ നിറത്തിൽ കാണപ്പെടുന്നത്. ഗ്രീനെ അബ്സോർവ് ചെയ്യും. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ മജന്ത പ്രകാശത്തിൽ എന്താണ്? മജന്തയിൽ റെഡും ബ്ലൂവും ആണുള്ളത് ഇല്ലേ? ആ മജന്ത പ്രകാശത്തിൽ മജന്ത തന്നെ കാണപ്പെടുന്നത്. അതായത് റെഡിനെയും ബ്ലൂവിനെയും അവിടെ എന്താണ്? റിഫ്ലക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അവിടെ വേറൊന്നിനെ അബ്സോർവ് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? ഇനി സൺലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൺലൈറ്റിൽ എന്താണ്? വൈറ്റ് ലൈറ്റ് ആണല്ലേ. വൈറ്റ് ലൈറ്റ് ഏതൊക്കെ ചേർന്നാണ്? ഗ്രീനും ബ്ലൂവും അതുപോലെ തന്നെ റെഡും കൂടെ ചേർന്നാണുള്ളത്. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പൊ എന്താണ്? ഗ്രീനിനെ ഇവിടെ എന്താണ്? അബ്സോർബ് ചെയ്യുവാണ് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ ഗ്രീനിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റുകൾ ഏതൊക്കെയാണ്? ബ്ലൂവും അതുപോലെ തന്നെ ആദ്യത്തെ കേസിൽ ബ്ലൂവും രണ്ടാമത്തെ കേസിൽ റെഡും ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്? ഇവിടെയും വരുമ്പോൾ ഏതായിരിക്കും? ബ്ലൂവും റെഡിനെയും ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത് വൈറ്റ് ലൈറ്റിൽ വരുമ്പോൾ ഇല്ലേ? ഗ്രീനിനെ അവിടെ നിന്നാണ് ആദ്യത്തെ കേസിൽ അബ്സോർവ് ചെയ്യുന്നുണ്ട്. അപ്പം റിഫ്ലക്ട് ചെയ്യുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? ബ്ലൂവും റെഡാണ്. അപ്പം ബ്ലൂവും റെഡും കൂടെ ചേരുമ്പോൾ എന്താണ് വരുന്നത്? മജന്ത ആണ് വരുന്നത് അല്ലേ? ബ്ലൂവും റെഡും കൂടെ ചേരുമ്പോൾ മജന്ത ആണ് വരുന്നത്. അപ്പം സൺലൈറ്റിന്റെ കേസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് മജന്ത നിറത്തിൽ തന്നെ ആയിരിക്കും കാണപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിന് കാരണം മനസ്സിലായല്ലേ? ഷർട്ട് എങ്ങനെയാണ്? റെഡിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? റെഡിനെയും ബ്ലൂവിനെയും ആണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. മനസ്സിലാക്കോട്ടോ? ഷർട്ട് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത് പ്രതിഫലിക്കുന്നത് ബ്ലൂവിനെയും റെഡിനെയും ആണ്. വൈറ്റ് ലൈറ്റിലാവുമ്പോൾ എന്താണ്? റെഡും ബ്ലൂവും എന്താണ് നമ്മുടെ കണ്ണിലേക്ക് എത്തത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? റിഫ്ലക്ട് ചെയ്ത കളർ മാത്രമല്ല നമ്മുടെ കണ്ണിലേക്ക് എത്തത്തുള്ളൂ. അതുകൊണ്ട് അത് വൈറ്റ് ലൈറ്റ് വരുമ്പോൾ മജന്ത ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഗ്രീനിനെ അവിടെ അബ്സോർവ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? എന്താ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിയാൻ ലൈറ്റിൽ ബ്ലൂ ആയിട്ട് കാണപ്പെടുന്നു. സിയാൻ എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് ഗ്രീനും ബ്ലൂവും കൂടെ ചേർന്നാണ്. അപ്പോൾ എന്തായിട്ട് കാണപ്പെടുന്നത്? ബ്ലൂ ആയിട്ട് കാണപ്പെടുന്നു. അതിൻ്റെ റീസൺ എന്താണ്? ബ്ലൂവിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഗ്രീനെ അവിടെ അബ്സോർബ് ചെയ്യുവാണ്, ആഗിരണം ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി മജന്ത ലൈറ്റിൽ കാണപ്പെടുന്നു. ഇനി മജന്ത ഇല്ലേ? മജന്ത ലൈറ്റിൽ മജന്ത ആയിട്ട് കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണ്? മജന്ത എന്ന് വെച്ചാൽ റെഡും ബ്ലൂവും കൂടെ ചേർന്നാണ്. അവിടെ റെഡിനെയും ബ്ലൂവിനെയും അവിടെ എന്താണ് റിഫ്ലക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഷർട്ട് മജന്ത നിറത്തിൽ തന്നെ കാണപ്പെടുന്നുണ്ട്. ഇനി ഡേ ലൈറ്റിൽ വരുമ്പോൾ എന്താണ്? വൈറ്റ് ലൈറ്റ് ആണ്, റെഡ് ഗ്രീനും ബ്ലൂ ഉണ്ട്. അതിൽ റെഡിനെയും ബ്ലൂവിനെയും മാത്രമാണ് അവിടെ എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഗ്രീനെ അബ്സോർവ് ചെയ്യണം. അപ്പോൾ റെഡും ബ്ലൂവും കൂടെ ചേരുമ്പോൾ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് കാണപ്പെടും? മജന്ത ആയിട്ട് കാണപ്പെടും. സോ ദ ഷർട്ട് അപ്പിയേഴ്സ് മജന്ത ഇൻ ഡേ ലൈറ്റ്. അപ്പം നമുക്ക് ഷോർട്ടായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: ദ ഷർട്ട് റിഫ്ലെക്ട്സ് റെഡ് ആൻഡ് ബ്ലൂ വേവ് ലെങ്സ് ബട്ട് അബ്സോർവ് ഗ്രീൻ. ഇൻ വൈറ്റ് ലൈറ്റ്, അതായത് ഡേ ലൈറ്റിൽ ഓൺലി റെഡ് ആൻഡ് ബ്ലൂ റീച്ച് അവർ ഐസ് ഗിവിങ് മജന്ത കളർ എന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അല്ലാതെ ആൻസർ എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും മതി. ഏത് ലൈറ്റ് കാണപ്പെടുന്നു എന്നാണ് ചോദിച്ചത്. മജന്ത ലൈറ്റിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ റീസൺ ഇറ്റ് ക്യാൻ റിഫ്ലക്ട് ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ്. റെഡ് ലൈറ്റിനെയും ബ്ലൂ ലൈറ്റിനെയും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നില്ല. അതായത് ഗ്രീൻ ലൈറ്റിനെ അവിടെ അബ്സോർബ് ചെയ്യുവാണ് ചെയ്യുന്നത്, ആഗിരണം ചെയ്യുവാണ് ചെയ്യുന്നത്. റിഫ്ലക്ട്സ് ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ് ഫ്രം ഡേ ലൈറ്റ്. അപ്പം റിഫ്ലക്ട് ചെയ്യുന്ന ഏതാണ്? ബ്ലൂവും റെഡും ആയിരിക്കും ഡേ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടത് മജന്ത ആയിട്ട് കാണപ്പെടുന്നു. അതാണ് ആൻസർ ഇവിടെ ആദ്യമേ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ റീസൺസ് ആണ് ഇവിടെ കേട്ടോ. ഏറ്റവും ഷോർട്ടായിട്ട് റീസൺ എഴുതിയിട്ടുണ്ട്. കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇതാ ഈ ആൻസർ എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതാം കേട്ടോ. മനസ്സിലാക്കാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ആൻസർ നിങ്ങൾക്ക് ഇത്രയും എഴുതിയാലും മതി.
ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈറ്റ് ലൈറ്റ് പാസിംഗ് ത്രൂ എ പ്രിസം ഡെപ്പിക്റ്റഡ് കേട്ടോ. വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. നെയിം ദ ഫിനോമിന, എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഹാപ്പൻസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടല്ലേ, എന്നിട്ട് എന്താണ് താഴെ ഭാഗത്ത് വയലറ്റും മുകൾ ഭാഗത്ത് റെഡുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് പറയുന്നത്? ഈ ഫിനോമിന പറയുന്ന പേരെന്താണ്? ഡിസ്പേർഷൻ അല്ലേ, ഡിസ്പേർഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഹാപ്പൻസ്, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഡിസ്പേർഷൻ എങ്ങനെയാണ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനമാണ് അവിടെ സംഭവിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കേട്ടോ നമുക്കറിയാം. എന്താണ്? വൈറ്റ് ലൈറ്റ് എൻറ്ററിങ് ദ പ്രിസം അണ്ടർഗോസ് ഡിസ്പേർഷൻ അല്ലേ, പ്രിസത്തിലൂടെ പ്രവേശിക്കുന്ന ധവളപ്രകാശം പ്രകീർണത്തിന് വിധേയമാവുന്നുണ്ട്. എങ്ങനെയാണ്? ഓൾ കളേഴ്സ് ഡു നോട്ട് ഡേവിയേറ്റ് ഈക്വലി, എല്ലാ കളേഴ്സും ഒരുപോലെ വ്യതിയാനം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെന്ത്. വ്യതിയാനത്തിന്റെ അളവ് എങ്ങനെയാണ്? തരംഗദൈർഘ്യത്തെ എങ്ങനെയാണ് ആശ്രയിച്ചിരിക്കുന്നുണ്ട്. എന്താണ്? വയലറ്റ് ഹാവിംഗ് ലീസ്റ്റ് വേവ് ലെന്ത് ഡീവിയേറ്റ്സ് മോസ്റ്റ് ആൻഡ് ഗോസ് നിയർ ദ ബേസ്. തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ വയലറ്റ് ഏറ്റവും കൂടുതൽ വ്യതിയാനത്തിന് വിധേയമാവുന്നുണ്ട്. റെഡ് ഹാവിംഗ് ദ ലീസ്റ്റ് വേവ് ലെന്ത് ഡീവിയേറ്റ്സ് ദ ലീസ്റ്റ്. എന്താണ്? തരംഗദൈർഘ്യം കൂടിയ ചുവപ്പിന് എങ്ങനെയാണ് ഏറ്റവും കുറവ് വ്യതിയാനമാണ് അവിടെ സംഭവിക്കുന്നത്. ഡീവിയേഷൻ റിപ്പീറ്റ്സ് ഇൻ ദ സെക്കൻഡ് സർഫസ് കേട്ടോ. രണ്ടാം പ്രതലത്തിൽ വ്യതിയാനം വീണ്ടും എങ്ങനെയാണ് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഡിസ്പേർഷൻ നടക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്പുകളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. കൃത്യമായിട്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള എഴുതുക കേട്ടോ. ഡിസ്പേർഷൻ സംഭവിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ പോയിന്റ് എഴുതി വെച്ചാൽ മതി. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെന്ത്. വയലറ്റ് ഹാവിംഗ് ലീസ്റ്റ് വേവ് ലെന്താണ്, അത് കൂടുതലായിട്ട് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. റെഡിന് ലീസ്റ്റ് ഡീവിയേഷൻ ആണ് സംഭവിക്കുന്നത് കേട്ടോ. ഈ 4 പോയിന്റുകളും എഴുതിയാൽ മതി കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെ സംഭവിക്കുന്നു അതും മനസ്സിലാക്കി എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് റിലേഷൻഷിപ്പ് വെൻ ദ ഫിനോമിന ഇൻ കോളംസ് പി ആൻഡ് ക്യൂ ആർ അപ്രോപ്രിയറ്റ്ലി പെയർഡ്. ഓരോ ഫിനോമിനാസും കൊടുത്തിട്ടുണ്ട്. പിയും ക്യൂവും 2 കോളമാണ്. അത് പെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കുക. ഡിസ്പേർഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏതാണ്? റെയിൻബോ, പാത്ത് ഓഫ് ലൈറ്റ് ഈസ് വിസിബിൾ, ബ്ലൂ കളർ ഓഫ് ദി സ്കൈ, പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. ഡിസ്പേർഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്? റെയിൻബോയ്ക്ക് കാരണം ഡിസ്പേർഷൻ ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ആണ് അല്ലേ, എക്ക് റിലേറ്റ് ചെയ്യാം. പിന്നെ നോക്കിയേ സ്കാറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്? പാത്ത് ഓഫ് ലൈറ്റ് ഈസ് വിസിബിൾ, ബ്ലൂ കളർ ഓഫ് ദി സ്കൈ, പേഴ്സിസ്റ്റൻസ് ഏതാണ്? ബ്ലൂ കളർ ഓഫ് ദി സ്കൈ. അപ്പം ബി ആണ് ഇത് വരുന്നത്. ഇനി ടിൻഡൽ എഫക്റ്റ് ഏതാണ്? പെർസിസ്റ്റൻസ് ഓഫ് വിഷനും പാത്ത് ഓഫ് ലൈറ്റ് ഈസ് വിസിബിൾ ഏതാണ്? പാത്ത് ഓഫ് ലൈറ്റ് ഈസ് വിസിബിൾ ആണ്. അപ്പം എക്ക് റിലേറ്റ് ആയിട്ടുള്ള 1 ആണ് അല്ലേ, എക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള 1. അപ്പം നിങ്ങൾക്ക് സിയും ഡി ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള 1 ആണ്. ബിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതാണ്? മൂന്നാമത്തെ വരുന്നത് ഇതാണ് അല്ലേ, സി ആണ് വരുന്നത് കേട്ടോ. ദെൻ സിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ആണ്. അപ്പം ആൻസർ ഏതാണ്? സി ആണ് കേട്ടോ വരുന്നത് ആൻസർ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമേ. An object appears green in green light, red in red light, dark in blue light. മനസ്സിലായല്ലോ? What is the color of this object in white light? Why? In which color will this object appears in cyan light? Why? ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക കേട്ടോ. ഒരു ഒബ്ജക്റ്റ് ഗ്രീൻ ലൈറ്റിൽ ഗ്രീൻ ആയിട്ട് കാണപ്പെടുന്നുണ്ട്, റെഡ് ലൈറ്റിൽ റെഡ് ആയിട്ട് കാണപ്പെടുന്നു, ബ്ലൂ ലൈറ്റിൽ ഡാർക്ക് ആയിട്ടും കാണപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? അതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണ്? ഗ്രീൻ ലൈറ്റിൽ ഗ്രീൻ ആയിട്ട് കാണപ്പെടുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ. റെഡ് ലൈറ്റിൽ റെഡ് ആണെങ്കിൽ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയാൽ ബ്ലൂ ലൈറ്റിൽ ഡാർക്ക് ആയിട്ട് കാണപ്പെടുക. അപ്പോൾ എന്താണ് ഇവിടെ സമയം? ഇവിടെ അബ്സോർഷൻ ആണ് നടക്കുന്നത്. ഇവിടെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ബ്ലൂ ലൈറ്റിൽ ഒബ്ജക്റ്റ് ഡാർക്ക് ആയിട്ട് കാണപ്പെടുന്നത്. അവിടെ നടക്കുന്ന ഏതാണ്? അബ്സോർഷൻ ആണ്. ഇവിടെ എല്ലാം നടക്കുന്ന ഏതാണ്? റിഫ്ലക്ഷൻ ആണ് അല്ലേ. ഇവിടെ എല്ലാം നടക്കുന്നത് റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ എന്താണ്? റിഫ്ലക്റ്റ് ചെയ്യുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? റിഫ്ലക്റ്റ് ചെയ്യുന്ന കളേഴ്സ് ഗ്രീനും റെഡും ആണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ കളർ ഓഫ് ദിസ് ഒബ്ജക്റ്റ് ഇൻ വൈറ്റ് ലൈറ്റ്? വൈറ്റ് ലൈറ്റിൽ ഈ ഒബ്ജക്റ്റ് ഏത് നിറത്തിൽ കാണപ്പെടുന്നു? വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഓർത്തോണം. ഏതൊക്കെയാണ് വൈറ്റ് ലൈറ്റിലുള്ളത്? ഗ്രീന്, റെഡ്, ബ്ലൂ അല്ലേ. ഗ്രീന്, റെഡ്, ബ്ലൂ ആണ് വൈറ്റ് ലൈറ്റിലുള്ളത്. അപ്പോൾ ഏതാണ്? വൈറ്റ് ലൈറ്റ് ഈ കളർ ഏത് നിറത്തിൽ കാണപ്പെടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇല്ലേ. ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? ഗ്രീനിനെയും റെഡിനെയും ഇല്ലേ. ഗ്രീനും റെഡുമാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം ഗ്രീനെയും റെഡിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന ബ്ലൂവിനെ അബ്സോർവ് ചെയ്യുക. അപ്പം ഗ്രീനും റെഡും കൂടെ ചേർന്ന് ഏത് നിറമായിരിക്കും അവിടെ വരുന്നത്? യെല്ലോ ഇല്ലേ. അപ്പം വൈറ്റ് ലൈറ്റിൽ ഇത് ഏത് നിറത്തിൽ കാണപ്പെടുന്നു? യെല്ലോയിലായിരിക്കും കാണപ്പെടുന്നത്. യെല്ലോ നിറത്തിലായിരിക്കും അത് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇൻ വിച്ച് കളർ വിൽ ദിസ് ഒബ്ജക്റ്റ് അപ്പിയേഴ്സ് ഇൻ സിയാൻ ലൈറ്റ്? വൈ? സിയാൻ പ്രകാശത്തിൽ ഈ വസ്തു ഏത് നിറത്തിൽ കാണപ്പെടുന്നുണ്ട്? അപ്പം സിയാൻ എന്ന് പറയുമ്പോൾ ഓർത്തോണം, സിയാൻ എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? ഗ്രീനും ബ്ലൂവും കൂടെ അല്ലേ, ഗ്രീനും ബ്ലൂവും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് സിയാൻ കിട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ അറിയാം റിഫ്ലക്ട് ചെയ്യുന്ന കളർ ഏതൊക്കെയാണ്? ഗ്രീനിനെ അല്ലേ, ഗ്രീനും റെഡും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സിയാനിലുള്ളത് ഗ്രീൻ ആണല്ലേ, ഗ്രീനിനെ അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ബ്ലൂവിനെ അവിടെ അബ്സോർവ് ചെയ്യുക ചെയ്യുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പൊ ഏതായിരിക്കും അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്? ഗ്രീൻ ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും സിയാൻ ലൈറ്റിൽ അത് ഏത് കളറിലായിരിക്കും കാണപ്പെടുന്നത്? ഗ്രീൻ കളറിലായിരിക്കും കാണപ്പെടുന്നത്. ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ ലൈറ്റിന്റെ കേസിൽ വരുമ്പം ഗ്രീനിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, റെഡ് ലൈറ്റിലാണെങ്കിൽ റെഡിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ഡാർക്കിലാവുമ്പോൾ ബ്ലൂവിനെ അവിടെ അബ്സോർവ് ചെയ്യുവാണ്, റിഫ്ലക്ഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഏതൊക്കെ കളേഴ്സിനാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? റെഡിനെയും ഗ്രീനിനെയുമാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. മനസ്സിലാക്കുക. പിന്നെ വൈറ്റ് ലൈറ്റിന്റെ കേസിൽ റെഡ്, ഗ്രീന്, ബ്ലൂ ഉണ്ട്. അതിലേതാണ്? റെഡും ഗ്രീനിനെയും മാത്രമുള്ള റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം റെഡും ഗ്രീനും കൂടെ ചേരുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? യെല്ലോ കിട്ടുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ലൈറ്റിൽ എങ്ങനെയാണ്? യെല്ലോ ആയിട്ട് കാണപ്പെടുന്നുണ്ട് കേട്ടോ. ഇറ്റ് റിഫ്ലെക്ട്സ് റെഡ് ആൻഡ് ഗ്രീൻ കമ്പോണൻസ് ഓഫ് വയലറ്റ് ബട്ട് അബ്സോർബ് ബ്ലൂ. സോ വി സി എങ്ങനെയാണ്? യെല്ലോ കളറിലായിരിക്കും കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി സിയാന്റെ കേസിൽ വരുമ്പോൾ സിയാനിൽ ഏതൊക്കെയാണ് വരുന്നത്? ഗ്രീനും ബ്ലൂ എന്ന് പറഞ്ഞു ഇല്ലേ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഗ്രീനിനെ മാത്രം അവിടെ റിഫ്ലക്റ്റ് ചെയ്യും ഇല്ലേ, ബ്ലൂവിനെ അവിടെ എന്താണ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം സിയാൻ ലൈറ്റിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? ഗ്രീൻ നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പം സിയാൻ ലൈറ്റിന്റെ കേസിൽ ഗ്രീൻ നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. സിയാൻ ഹാസ് എ ഗ്രീൻ ആൻഡ് ബ്ലൂ ബട്ട് ദ ഒബ്ജക്റ്റ് അബ്സോർബ് ബ്ലൂ ആൻഡ് റിഫ്ലെക്ട്സ് എന്താണ്? ഗ്രീൻ നിറത്തിലായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതാ കൊടുത്തിട്ടുണ്ട്, ആൻസർ കൊടുത്തിട്ടുണ്ട്, ഷോർട്ടായിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ്. വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് ഇവിടെ എഴുതാം കേട്ടോ. യെല്ലോ നിറത്തിൽ കാണപ്പെടുന്നുണ്ട്, റീസൺ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഒബ്ജക്റ്റ് അപ്പിയേഴ്സ് ഗ്രീൻ ലൈറ്റ്, റെഡ് ഇൻ റെഡ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഇൻ ബ്ലൂ ലൈറ്റ് ആൻഡ് ഇറ്റ്സ് കളർ ഈസ് യെല്ലോ ആണ്. യെല്ലോ ഈസ് എ കോമ്പിനേഷൻ ഓഫ് പ്രൈമറി കളേഴ്സ് ഗ്രീൻ ആൻഡ് റെഡ്. ഇറ്റ് റിഫ്ലെക്ട്സ് ദ യെല്ലോ കളർ ഇൻ ദ വൈറ്റ് ലൈറ്റ്. പിന്നെ സിയാൻ ലൈറ്റിന്റെ കേസിൽ ഗ്രീൻ കളറിൽ കാണപ്പെടുന്നു. സിയാൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഗ്രീൻ ആൻഡ് ബ്ലൂ, ദാറ്റ് ഈസ് എ റീസൺ. മനസ്സിലായല്ലോ? ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതിയാലും മതി. കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെയുള്ള ഇനിയും ക്വസ്റ്റ്യൻസുകളുണ്ട്, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും തെറ്റിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഐഡിയ ഉണ്ടല്ലോ, ഐഡിയ വെച്ച് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എഴുതിയെടുത്തിട്ട് നിങ്ങൾ ആ കോമ്പിനേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം ഗ്രീനും ബ്ലൂവും കൂടെ ചേരുമ്പോൾ ഏതാണ് വരുന്നത്, ആ ഒരു കോമ്പിനേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ. ഇങ്ങനെ ഒരു ഡയഗ്രാം സൈഡിൽ വരച്ച് വെച്ചിട്ട് കോമ്പിനേഷൻ മനസ്സിലാക്കിയിട്ടുള്ളൂ നിങ്ങൾ എഴുതാവുള്ളൂ കേട്ടോ. റിഫ്ലക്റ്റ് ചെയ്യുന്ന കളർ കമ്പൈൻ ചെയ്യുന്നതിലായിരിക്കും നമ്മൾ കാണപ്പെടുന്നത്. മനസ്സിലാക്കി ഇരിക്കുക കേട്ടോ. അപ്പം ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഇനിയുണ്ട്, ഇത് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ വരുന്ന വീഡിയോയിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കട്ടെ. നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. അവിടെയൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ തരാൻ പറ്റും. ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക, ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടുള്ളൊരു സെക്ഷനാണ്, അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്